പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമായ യേശു മിശിഹായുടെ നാമത്തിൽ ഏവർക്കും ശംഷാബാദ് രൂപത സാന്തോ മിഷൻ സെമിനാരിയിൽ നിന്നും സ്നേഹവന്ദനം. ഡിസംബർ 6 മംഗളവാർത്ത കാലം 1-ാം ബുധൻ. ഇന്നത്തെ വായനകൾ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 26 മുതൽ 30 വരെ, കൊരിന്തോസ്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 4 മുതൽ 9 വരെ. തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ സഹവാസത്തിലേക്ക് നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. പ്രത്യാശയ്ക്ക് ചിറക് മുളയ്ക്കുന്നതും വർണ്ണാഭമാകുന്നതും വിളിച്ചവന്റെ വിശ്വസ്തത നൽകുന്ന ഉറപ്പിന്മേലാണ്, അടിസ്ഥാനത്തിന്മേലാണ്. കാണപ്പെടാത്ത വാഗ്ദത്ത ദേശമുണ്ടെന്നും തമ്പുരാൻ വാഗ്ദാനം ചെയ്തതെല്ലാം തനിക്ക് ലഭിക്കുന്നുള്ള ഉറപ്പിലാണല്ലോ വിശ്വാസത്തിന്റെ പിതാവായ അബ്രാഹം തനിക്ക് സ്വന്തമായതെല്ലാം, നാടും വീടും സ്വന്തക്കാരെയും ഉപേക്ഷിച്ച് ബന്ദിയായ സാറായിമൊത്ത് സ്വപ്നഭൂമിയിലേക്ക് യാത്ര പുറപ്പെട്ടത്. അബ്രാഹത്തിന്റെ പുറപ്പാട് പോലെയാണ് നമ്മുടെ വിശ്വാസ ജീവിതവും. തമ്പുരാന്റെ വാഗ്ദാനങ്ങളിൽ ഉറച്ചു വിശ്വസിച്ച് നിത്യതയെ ലക്ഷ്യമാക്കിയുള്ള തീർത്ഥാടനം. മംഗളവാർത്ത കാലം കാത്തിരിപ്പിന്റെ കാലഘട്ടം കൂടിയാണല്ലോ. മിശിഹായുടെ ജനനത്തിന്റെ കാത്തിരിപ്പിന്റെ കാലഘട്ടം എന്നതുപോലെ നമ്മുടെ ജീവിതത്തിലെ ക്രിസ്തുപിറവിയുടെ കാത്തിരിപ്പിന്റെ കാലഘട്ടം. പക്ഷെ ഈ കാത്തിരിപ്പ് ബസ് കാത്തു നിൽക്കുന്ന കാത്തിരിപ്പ് കേന്ദ്രത്തിലേതുപോലെയല്ല, മറിച്ച് ജീവിത തീർത്ഥാടനത്തിൽ എവിടെയും ഏത് സമയവും തമ്പുരാൻ പ്രത്യക്ഷപ്പെടുക എന്ന വിശ്വാസത്തിൽ അവനെ സ്വീകരിക്കാൻ തക്ക ഒരുക്കമുള്ള വിശ്വാസ ജീവിത തീർത്ഥാടനമാണ്. ഈ മംഗളവാർത്ത കാലം അത്തരത്തിലുള്ള ജാഗ്രതയുടെയും ഒരുക്കത്തിന്റെയും കാലമാക്കി തീർക്കാം. ലേഖന ഭാഗത്ത് പറയുന്നത് പോലെ തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ സഹവാസത്തിലേക്ക് വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അവൻ വരും, തീർച്ചയായും നമ്മോടൊത്ത് വസിക്കാനും തന്റെ മഹത്വം നമുക്ക് വെളിപ്പെടുത്തി തരും. തമ്പുരാന്റെ ഈ വെളിപാട് കാത്തിരിക്കുന്ന നമുക്ക് യാതൊരു ആത്മീയ ദാനത്തിന്റെയും കുറവില്ലെന്ന് സാക്ഷ്യപ്പെടുത്തുന്ന വിശുദ്ധ പൗലോസ് അപ്പസ്തോലന്റെ വാക്കുകൾ നമ്മെ സ്ഥൈര്യപ്പെടുത്താൻ പര്യാപ്തമാണ്. കുഞ്ഞുനാൾ മുതൽ മാതാപിതാക്കളിലൂടെയും മതാധ്യാപകരിലൂടെയും സമർപ്പിതരിലൂടെയും മറ്റും നമുക്ക് ലഭിച്ച വിശ്വാസ പരിശീലനത്തിന്റെ ലക്ഷ്യം മറ്റൊന്നുമായിരുന്നില്ലെന്ന് ഓർത്തെടുക്കുകയും തിരിച്ചറിയുകയും ചെയ്യും. പ്രിയ ദൈവമക്കളെ, സുവിശേഷ ഭാഗത്ത് വെളിപ്പെടുത്തപ്പെടുന്ന ക്രിസ്തു ചിത്രം പോലെ എപ്പോഴും ദൈവത്തിന് ഹിതകരമായത് നിവർത്തിച്ച് ദൈവവുമായുള്ള സഹവാസത്തിന് യോഗ്യരായി തീരുവാനുള്ള കൃപയ്ക്കായി ഈ വിശുദ്ധ ബലിയിൽ നമുക്ക് തീക്ഷ്ണമായി പ്രാർത്ഥിക്കാം. അങ്ങനെ ഉണ്ണിമിശിഹായുടെ തിരുപ്പിറവയ്ക്കായിട്ട് നമുക്കും ഒരുങ്ങാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.